അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാനൊരു കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. 250 ml സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 7 നാഴി അരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടുതലൊന്നും വഴന്ന് കിട്ടണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത് മതി. പിന്നെ ഞാൻ പട്ടാപ്പൂവ്, ഏലക്കായ, ചിക്കൻ ക്യൂബ് ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ആ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു ടീസ്പൂണ് കുരുമുളക്, ഒരു ടീസ്പൂണ് വലിയ ജീരകം അതിട്ടൊന്ന് വഴറ്റുക. പിന്നെ 2 ടീസ്പൂണ് പച്ചമല്ലി ഞാൻ ഇട്ട് കൊടുത്തു. ഈ ചിക്കൻക്ക് ആവശ്യമായ മന്തി മസാല ചേർത്തി കൊടുത്തിട്ടുണ്ട്. മന്തി മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ക്യൂബും. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഒരു 7 വെളുത്തുള്ളി അരി അതും ചേർത്തി കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി ഉപ്പ് വേണം ഇതിലേക്ക്. ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചിക്കനിൽ കുറച്ച് ചിക്കനെ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രൈ ആക്കുകയാണ്. മന്തിക്ക് പേരക്കുട്ടികൾക്കൊക്കെ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, ചെറിയ ടീസ്പൂണാണ്, 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇറക്കി. ചിക്കൻക്ക് മാത്രമുള്ള ഉപ്പാണ്, ചോറിന് പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 7 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെക്കരുത്, കുതിർത്തരുത്. കുക്കറിൽ വെക്കുമ്പോൾ ഈ കുക്കറിൽ ഇട്ട് കൊടുത്തു. വെള്ളത്തിലിട്ട് കുതിർത്താതെ പിന്നെ ഈ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് അരി എടുത്തപ്പോൾ 2 കപ്പ് വെള്ളം. പിന്നെ 1 ടീസ്പൂണ് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ മന്തി മസാലയും കൂടിയും ചേർത്തി കൊടുത്തു. ചോറുക്കുള്ള മന്തി മസാല മറ്റേ ഞാൻ ചിക്കനൊക്കെയുള്ളതാണ് ചേർത്തി കൊടുത്തത്. അപ്പം ഇനി അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കളഞ്ഞാൽ മതി. ഒരിക്കലും വെള്ളത്തിലിടരുത്, അരി വെള്ളത്തിലിട്ട് വെക്കരുത്, കുതിർത്തി വെക്കരുത്. ഇപ്പം ഞാൻ അത് ഒറ്റ വിസിൽ കളഞ്ഞു. അത് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ അവിടെ വെക്കുകയാണ്. ഇപ്പം ഞാനത് തുറന്ന് നോക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസ്ഥ അതാണ്. ഏതായാലും വല്ലാതെ വെന്ത് പോയിട്ടൊന്നുമില്ല. അരി ഞാനും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. ഇനി ഒരു 3 പച്ചമുളക് ഞാനിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ ഒരു ഫുഡ് കളറാണിത്. അതിൽക്കൊരു കുറച്ച് റൈസ് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ വെക്കുക. നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ കുത്തിയെടുക്കുമ്പോൾ മാത്രം അതിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ ആദ്യം ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി ചുവന്ന കളറാവും. ഇനി ഞാൻ ഇതിൽക്കൊരു ചിരട്ടൻ്റെ കനലിട്ടിട്ട് കുറച്ച് ഓയിലും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുക മണം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഒരു ഇത്തിരി ഓയിലും ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലിനെ ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്ന് അടച്ച് വെക്കുക. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോൾക്ക് കുറച്ച് ക്യാരറ്റ് ചമ്മന്തിയാണ് ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ പേരക്കുട്ടികൾക്കൊക്കെ ഇഷ്ടം ക്യാരറ്റിൻ്റെ ചമ്മന്തിയാണ്. അല്ലാതെ സെൽത്ത അങ്ങനത്തെ ഒന്നും കുട്ടികൾ വല്ലാതെ കൂട്ടൂല. അപ്പോൾ ഇത് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, കുറച്ച് പച്ചവെള്ളം, കുറച്ച് സുർക്ക അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് അടിച്ചെടുക്കുകയാണ്. അത് അടിച്ചെടുത്തു. കൂടുതൽ പുളി വേണമെന്നുണ്ടവർക്ക് സുർക്ക മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇവിടെ വല്ലാതെ പുളി വേണ്ടാത്തതുകൊണ്ടാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ പുകയിലിട്ട് എടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി നമുക്ക് ഈ പുകൻ്റെ ഈ കനൽ മാറ്റി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് കൊട്ടിയെടുക്കാം. അപ്പോൾ പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്താൽ നല്ലോണം വേറിട്ട് കിടക്കും. ചോറ് കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. തിളപ്പിച്ചൂറ്റിയിടൊന്നും നല്ലത് കുക്കറിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചൂറ്റി എടുക്കണതിലേറെ പെട്ടെന്ന് നമുക്ക് സുഖം ആയി കിട്ടുക ഇങ്ങനെ മന്തി തയ്യാറാക്കിയാലാണ്. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇനി ആ ഫുഡ് കളറ് ചേർത്തി വെച്ച റൈസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തി കൊടുക്കണം കട്ടടച്ചതിന് ശേഷം. പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഞാൻ ആദ്യം ഫുഡ് കളറ് ചേർത്തിയ റൈസ് ഇതാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പേരക്കുട്ടികൾക്ക് കൂടെ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ ഞാനതും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് അതേ ശരിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേരക്കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.